ഇറാനുമായുള്ള വ്യാപാര ബന്ധം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കനത്ത വില നൽകാൻ തയ്യാറാവുക. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒമാനിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യത്തിനും എതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ഇറാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അധിക തീരുവ നൽകേണ്ടി വരും. 25% വരെ അധിക തീരുവ ചുമത്തുമെന്നാണ് സൂചന. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം ഇറാനുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയേക്കാം. ഈ ഭീഷണികൾക്കിടയിലും ഒമാനിൽ വച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും അമേരിക്കയെ പ്രതിനിധീകരിച്ച് ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്ണറും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചർച്ചകൾ മികച്ചതായിരുന്നു എന്ന് ട്രംപ് പറയുമ്പോഴും ആണവായുധ മോഹം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. വളരെ മോശമായ ഒരു കരാറിലേക്ക് ഇറാൻ നീങ്ങുന്നതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ മുഖാമുഖ ചർച്ചയാണിത്. ജനുവരി 12-ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഈ തീരുവ ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അത് ഔദ്യോഗിക നിയമമായി മാറുന്നത്. ദേശീയ സുരക്ഷയ്ക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയാകുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ഭീകരവാദത്തിനുള്ള പിന്തുണയുമാണ് പുതിയ ഉപരോധങ്ങൾക്ക് കാരണമായി വൈറ്റ് ഹൗസ് ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ ദേശീയ അടിയന്തരാവസ്ഥ സാഹചര്യം ഈ ഉത്തരവിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. അമേരിക്ക ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇറാൻ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ കാരണം പുറം ലോകം അറിയാതെ പോകുന്ന ഈ രക്തച്ചൊരിച്ചിലിന് മറുപടിയായി മേഖലയിൽ വലിയൊരു സൈനിക സന്നാഹത്തെ തന്നെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്ന് ഇറാൻ വാദിക്കുമ്പോഴും കരാറിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആക്രമണം നടത്താൻ മടിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ഗൾഫ് മേഖല വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. അടുത്ത ആഴ്ച വീണ്ടും ചർച്ചകൾ നടക്കാനിരിക്കെ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെയും ഇറാന്റെയും നീക്കങ്ങളിലേക്ക് തന്നെയാണ്. ഒരു തെറ്റായ തീരുമാനം പോലും വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് ക്യാമറ.